പരിശുദ്ധ അമ്മയുടെ റോള് നന്നായി നിർവഹിച്ചതുകൊണ്ടാണ് ഈശോയ്ക്ക് എളുപ്പമായി കുരിശെടുക്കാൻ സാധിച്ചത്. നിങ്ങൾ നിങ്ങളുടെ കുരിശ് ശരിക്കും എടുക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടുപഠിച്ച് അവർക്ക് അനുവദിക്കപ്പെടുന്ന സഹനങ്ങൾ അവരുടെ കുരിശ് അവർ നേരെ എടുക്കുള്ളൂ, ശരിക്കും എടുക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിലാണ് സഹനങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെല്ലാവരും മാതാപിതാക്കളാണ്, കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്, നിങ്ങളെല്ലാവരും കുരിശെടുക്കുന്നവരാണ്, അതായത് അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ എടുക്കുന്നവരാ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈശോ വഹിച്ച കുരിശ് രക്ഷാകരമായി തീർന്നു. ഈശോയ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ സഹനം രക്ഷാകരമായി തീർന്നു. നമ്മുടെയൊക്കെ സഹനങ്ങൾ രക്ഷാകരമായി തീരുന്നുണ്ടോ? നമ്മുടെയൊക്കെ സഹനത്തിന് അതിൻ്റെ വില കിട്ടുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട ചെറുതും വലുതുമായ സഹനങ്ങളെ, ചെറുതും വലുതുമായ കുരിശുകളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും. കാരണം എന്താ? അതിൽ ചവിട്ടിയിട്ട് വേണം അപ്പുറത്തേക്ക് കടന്നു പോകാൻ. അതുകൊണ്ടാണ് പലരും, ഭൂരിഭാഗം പേരും സഹനം ഏറ്റെടുക്കുന്നത് ആ സഹനത്തെ ഒഴിവാക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട്. ഭൂരിഭാഗം പേരും, വളരെ ചുരുക്കം പേരാണ് അതിലൂടെ കടന്നു പോകുന്നുള്ളൂ. അതായത് ഒഴിവാക്കാൻ നോക്കുന്നില്ല, അതിലൂടെ കടന്നു പോകുന്നു. പക്ഷേ അതിലൂടെ ലഭിക്കേണ്ട നന്മ, അതിലൂടെ ലഭിക്കേണ്ട രക്ഷ, അത് എടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒഴിവാക്കാൻ നോക്കുന്ന ഒരു ഭാഗം വേറെ, ഒഴിവാക്കാതെ കടന്നു പോകുന്ന ഒരു ഭാഗം. ഈ രണ്ട് കൂട്ടരും ഒരുപോലെ ആയിത്തീരാം. കടന്നു പോകുന്നവർ സഹനത്തിൻ്റെ മൂല്യം എടുക്കാതെ പോകും, അല്ലെങ്കിൽ അതിൻ്റെ നന്മ അനുഭവിക്കാതെ പോകും. അല്ല എങ്കിൽ ഒഴിവാക്കുന്നവർ ഒഴിവാക്കുന്നത് കൊണ്ടും അതിൻ്റെ നന്മ അനുഭവിക്കാതെ പോകും.